ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് മണി ഹേസ്റ്റ് സീരീസിലെ ആദ്യ സീസണിലെ 9ാമത്തെ എപ്പിസോഡാണ്. ഇതിന് മുന്നേ ഉള്ള എപ്പിസോഡുകൾ കണ്ടിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ദയവ് ചെയ്ത് ആ വീഡിയോസ് കണ്ട ശേഷം ഈ വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ലിങ്ക് ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ പോലീസ് ടീം ബെർലിനെ പറ്റി മോശമായ ന്യൂസ് കൊടുക്കുന്നു. ബെർലിൻ റോയൽ മിന്റിലെ ടിവിയിലൂടെ ന്യൂസ് കാണുന്നു. അവിടേക്ക് എത്തുന്ന നൈറോബിയും ആ വാർത്ത കാണുന്നു. ഇത്രയും മോശമായ ക്യാരക്ടറുള്ള ആളാണോ ബെർലിൻ എന്ന് ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന ബെർലിന് ദേഷ്യം വരുന്നു. അയാൾ ദേഷ്യത്തിൽ നൈറോബിയെ എടുത്ത് അടിക്കുന്നു. അവൻ ഒരു മോഷ്ടാവാണ്, എന്നാൽ പോലീസ് ആരോപിച്ചിരിക്കുന്നത് പോലെ ഒരു മോശം ക്യാരക്ടറുള്ള ആളല്ല. ന്യൂസിൽ ഈ സമയം കാർ സീറ്റിൽ നിന്നും കിട്ടിയ ബട്ടണിലെ ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ചാണ് ബെർലിനെ കണ്ടെത്തിയതെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന ബെർലിൻ ഡെൻവർ എവിടെയെന്ന് നൈറോബിയോട് അന്വേഷിക്കുന്നു. കാരണം ഇതിനു മുന്നേ ഒരിക്കൽ ഡെൻവർ മദ്യപിച്ച് ബെർലിന്റെ കോട്ട് ധരിച്ച് പ്രൊഫസറിന്റെ കാറിൽ കിടന്നിരുന്നു. ഡെൻവർ അങ്ങനെ ചെയ്തതിനാലാണ് ബെർലിനെ പോലീസ് കണ്ടെത്തിയതെന്ന് കരുതി ഡെൻവറിനെ അന്വേഷിക്കുന്നു. നൈറോബി ബെർലിനെ തടയുവാൻ ശ്രമിക്കുന്നു. എന്നാൽ ബെർലിൻ അത് കേൾക്കാതെ അവിടെ നിന്നും പോകുന്നു. ഈ സമയം ഹെലൻസിങ്കി അവിടേക്ക് എത്തുന്നു. ഡെൻവറിനെ എല്ലായിടത്തും തേടിയെന്നും എന്നാൽ അവൻ എവിടെയും ഇല്ല എന്നും പറയുന്നു. അവൻ സാധാരണ ഉറങ്ങുന്ന സ്ഥലത്ത് രാത്രിയിൽ ഇല്ലായിരുന്നു എന്ന് ഹെലൻസിങ്കി പറയുന്നു. ഈ സമയം ഡെൻവർ മോണിക്കയുടെ കൂടെ ലോക്കർ റൂമിലാണ്. ഫാക്ടറി വിട്ട് പുറത്തേക്കിറങ്ങുന്ന പ്രൊഫസർ ഒരു പോലീസ് കാറിനെ ഫോളോ ചെയ്യുന്നു. പോലീസ് ഓഫീസേഴ്സ് റോഡ് സൈഡിൽ കാർ പാർക്ക് ചെയ്ത് പുറത്തേക്ക് പോകുന്നു. പ്രൊഫസർ ഈ സമയം അവിടെ നിന്നും ഒരു കല്ലെടുത്ത് ആ കാറിന്റെ സമീപത്തേക്ക് പോകുന്നു. ബെർലിൻ ഡെൻവറിനെ എന്ത് ചെയ്യുവാൻ പോകുന്നു? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. വെൽക്കം ടു മൈ ചാനൽ മല്ലു എക്സ്പ്ലനേഷൻ 2.0. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. ലോക്കർ റൂമിൽ ഈ സമയം മോണിക്ക തനിക്ക് അവിടെ ഇരുന്ന് ഭ്രാന്ത് പിടിക്കുന്നു, തന്നെ ബാത്റൂമിലേക്ക് കൊണ്ടുപോകണമെന്ന് ഡെൻവറിനോട് ആവശ്യപ്പെടുന്നു. ഡെൻവർ അവളെ ബാത്റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഈ സമയം ടെന്റിൽ നിക്കോളെ പറയുന്ന ഡീറ്റെയിൽസ് വെച്ച് പ്രൊഫസറിന്റെ ഡ്രോയിങ് അവർ വരയ്ക്കുന്നു. റക്കേൽ പ്രൊഫസറിനെ കോൾ ചെയ്യുവാൻ ശ്രമിക്കുന്നു. എന്നാൽ കോൾ അറ്റൻഡ് ചെയ്യുവാൻ പ്രൊഫസർ അവിടെ ഉണ്ടായിരുന്നില്ല. പ്രൊഫസർ ഈ സമയം കയ്യിലെ കല്ല് കളഞ്ഞ് അവിടെ നിന്നും കിട്ടിയ നൂൽക്കമ്പി ഉപയോഗിച്ച് പോലീസ് കാറിന്റെ ഡോർ തുറക്കുവാൻ ശ്രമിക്കുന്നു. പ്രൊഫസർ കാർ തുറന്ന് ഉള്ളിലേക്ക് കടക്കുന്നു. ഈ സമയം പോലീസ് ഓഫീസേഴ്സ് അവിടേക്ക് തിരികെ എത്തുന്നു. പ്രൊഫസർ കാറിലെ വാക്കി ടോക്കി എടുത്ത് പോലീസ് സംസാരിക്കും പോലെ സമീപത്തൊരു പ്രശ്നമുണ്ടെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന പോലീസ് ഓഫീസേഴ്സ് വാക്കി ടോക്കിയിലൂടെ മറുപടി പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. നിക്കോളെ പറഞ്ഞ വിവരങ്ങൾ ഉപയോഗിച്ച് പോലീസ് പ്രൊഫസറിന്റെ രൂപം ഒരു പരിധിവരെ വരച്ചെടുക്കുന്നു. ഡ്രോയിങ് വരച്ചുകൊണ്ടിരിക്കുന്ന ഓഫീസർ അവിടെ നിന്നും പോകുന്ന സമയം പ്രൊഫസർ വയർലെസ്സിലൂടെ സംസാരിച്ചു തുടങ്ങുന്നു. പ്രൊഫസർ സംസാരിക്കുന്നത് ടെന്റിലിരിക്കുന്ന എല്ലാവരും കേൾക്കുന്നു. എന്നാൽ പ്രൊഫസർ റഷ്യൻ ലാംഗ്വേജിലാണ് സംസാരിക്കുന്നത്. പ്രൊഫസർ പറയുന്നത് നിക്കോളയ്ക്ക് മാത്രമേ മനസ്സിലാകുന്നുള്ളൂ. പ്രൊഫസർ ഭീഷണിപ്പെടുത്തും പോലെ നിക്കോളെ തന്റെ ഡ്രോയിങ്സ് വരച്ചു കൊടുത്താൽ അയാളുടെ ഭാര്യയും കുട്ടിയും കൊല്ലുമെന്ന് പറയുന്നു. ഫേസ്ബുക്കിൽ നിന്നും കിട്ടിയ ഡീറ്റെയിൽസ് വെച്ച് അവരിപ്പോൾ എവിടെയുണ്ടെന്ന് പ്രൊഫസർ പറയുന്നു. ഇത് കേട്ട് പേടിക്കുന്ന നിക്കോളെ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്ന പ്രൊഫസറിന്റെ ഇമേജ് ഡിലീറ്റ് ചെയ്യുന്നു. പ്രൊഫസർ റഷ്യൻ ലാംഗ്വേജിൽ സംസാരിച്ചതിനാൽ നിക്കോളയ്ക്ക് അല്ലാതെ മറ്റാർക്കും പ്രൊഫസർ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല. നിക്കോളെ ഇമേജ് ഡിലീറ്റ് ചെയ്യുന്നത് കണ്ട് അവിടേക്കെത്തിയ റക്കേൽ അയാളെ തടയുവാൻ ശ്രമിക്കുന്നു. പ്രൊഫസർ സംസാരിച്ചത് ഏത് വയർലെസ് സെറ്റിൽ നിന്നാണെന്ന് റക്കേൽ കണ്ടെത്തുന്നു. ശേഷം അതിലുണ്ടായിരുന്ന പോലീസ് ഓഫീസേഴ്സിനോട് തങ്ങളുടെ കാറിൽ ഒരു ക്രിമിനൽ ഉണ്ടെന്ന് റക്കേൽ ഇൻഫോം ചെയ്യുന്നു. ഓഫീസേഴ്സ് കാറിലേക്ക് പോയി നോക്കുന്നു. എന്നാൽ അതിൽ പ്രൊഫസർ ഉണ്ടായിരുന്നില്ല. ഇതിൽ ടെൻഷനാകുന്ന റക്കേൽ കോഫി ഷോപ്പിലേക്ക് പോകുന്നു. ഏഞ്ചലും റക്കേലിനെ തേടി അവിടേക്ക് എത്തുന്നു. റെട്രോക്സിൽ എന്ന ബെർലിൻ കഴിക്കുന്ന മെഡിസിനെ പറ്റി ഏഞ്ചൽ പറഞ്ഞു തുടങ്ങുന്നു. ബെർലിന് തന്റെ പേശികൾ ദുർബലമാകുന്ന തരം അസുഖമാണെന്നും അതിനാൽ 2 വർഷത്തിനുള്ളിൽ അയാൾ മരിക്കാൻ സാധ്യതയുണ്ടെന്നും ഏഞ്ചൽ പറയുന്നു. മരണഭയം ഇല്ലാത്തതിനാൽ ആയിരിക്കും അവൻ ഈ സംഘത്തിന്റെ തലവനായി ഉള്ളിലെത്തിയതെന്ന് റക്കേൽ പറയുന്നു. ഈ സമയം റോയൽ മിന്റിൽ ബെർലിൻ ഡെൻവറിനെ അന്വേഷിച്ച് ബാത്റൂമിലേക്ക് എത്തുന്നു. ഡെൻവർ ബെർലിനെ കണ്ട് വല്ലാതെ ടെൻഷനാകുന്നു. കാരണം ഈ സമയം മോണിക്ക ബാത്റൂമിനുള്ളിൽ ഉണ്ടായിരുന്നു. ഡെൻവർ കാരണമാണ് തന്നെ പോലീസ് കണ്ടെത്തിയതെന്നും ന്യൂസിൽ ഇപ്പോൾ തന്നെക്കുറിച്ച് വളരെ മോശമായി പറയുന്നു എന്നും ബെർലിൻ ഡെൻവറിനോട് പറയുന്നു. തന്റെ ഇമേജ് ഇല്ലാതായെന്ന് ബെർലിൻ ഡെൻവറിനോട് പറയുന്നു.
ഡെൻവർ തന്റെ തെറ്റ് അംഗീകരിക്കുന്നു. അതിനാൽ തന്റെ ഷെയറിൽ നിന്നും 50 മില്യൺ യൂറോ ബെർലിന് കൊടുക്കാമെന്ന് ഡെൻവർ പറയുന്നു. ഈ സമയം ടോയ്ലറ്റിൽ നിന്നും ആരോ ഫ്ലഷ് ചെയ്യുന്ന സൗണ്ട് കേൾക്കുന്നു. ബാത്റൂം ഡോർ തുറന്നു നോക്കുമ്പോൾ ഉള്ളിൽ മോണിക്കയെ ബെർലിൻ കാണുന്നു. ഈ സമയം നൈറോബി അവിടേക്ക് എത്തുന്നു. മോണിക്ക തങ്ങളെ എല്ലാവരെയും പോലീസിന് ഒറ്റ കൊടുക്കുമായിരുന്നു. അതുകൊണ്ടാണ് താൻ മോണിക്കയെ കൊല്ലാൻ പറഞ്ഞതെന്ന് ബെർലിൻ പറയുന്നു. ഡെൻവർ താൻ പറഞ്ഞത് ചെയ്തില്ല. കൂടാതെ ഡെൻവർ ചെയ്ത തെറ്റിൽ ബെർലിൻ പിടിക്കപ്പെടുവാൻ പോകുന്നു. ഇത് പറഞ്ഞ ശേഷം ദേഷ്യത്തിൽ ബെർലിൻ ഗണ്ണെടുത്ത് ഡെൻവറിന് നേരെ ചൂണ്ടുന്നു. ഡെൻവറും തന്റെ കൈവശമുണ്ടായിരുന്ന തോക്കെടുത്ത് ബെർലിനും ഒസ്ലോയ്ക്കും നേരെ നീട്ടുന്നു. ഈ സമയം പ്രൊഫസർ റോയൽ മിന്റിലേക്ക് കോൾ ചെയ്യുന്നു. ടോക്കിയോ ഈ വിവരം അറിയിക്കുവാൻ അവിടേക്ക് എത്തുന്നു. ബെർലിൻ പതിയെ ശാന്തനാകുന്നു. ഏതോ ഒരു വിധത്തിൽ ഡെൻവർ തനിക്ക് നല്ലതാണ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നു. ശേഷം എല്ലാവരെയും കൂട്ടി പ്രൊഫസറിനോട് സംസാരിക്കുവാനായി പോകുന്നു. പ്രൊഫസർ ബെർലിനോട് താൻ മനഃപൂർവ്വം കാറിൽ ബട്ടണിട്ട വിവരം പറയുന്നു. ഒരു ഹോസ്റ്റേജിനെ കൊന്നതിനുള്ള ശിക്ഷയാണിതെന്ന് പ്രൊഫസർ പറയുന്നു. ഇത് കേൾക്കുന്ന ബെർലിൻ മോണിക്കയെ പ്രൊഫസറിനോട് സംസാരിപ്പിക്കുന്നു. പ്രൊഫസർ CCTV വഴി മോണിക്ക മരിച്ചിട്ടില്ല എന്ന് കൺഫേം ചെയ്യുന്നു. ബെർലിൻ ചെയ്യാത്ത തെറ്റിനാണ് പ്രൊഫസർ ശിക്ഷ കൊടുത്തതെന്ന് പറയുന്നു. ബെർലിൻ കാരണമല്ലല്ലോ മോണിക്ക രക്ഷപ്പെട്ടത്, അതിനാൽ ഈ പണിഷ്മെന്റ് അർഹതപ്പെട്ടതാണെന്ന് പ്രൊഫസർ പറയുന്നു. ശേഷം പ്ലാൻ വെലേൻഷ്യ ആക്ടിവേറ്റ് ചെയ്യുവാൻ പറയുന്നു. ബെർലിൻ തന്റെ ടീമിനോട് പ്ലാൻ വെലേൻഷ്യ ആക്ടിവേറ്റ് ചെയ്യുവാൻ സമയമായെന്ന് പറയുന്നു. ടോക്കിയോയും ഒസ്ലോയും തോക്കെടുത്ത് ഷൂട്ട് ചെയ്യുവാൻ ആരംഭിക്കുന്നു. ഹോസ്റ്റേജസ് ഉച്ചത്തിൽ നിലവിളിക്കുന്നു. എന്നാൽ അവർ അവിടെ ഉണ്ടായിരുന്ന പേപ്പർ ബണ്ടിലിലേക്കാണ് ഷൂട്ട് ചെയ്യുന്നത്. നൈറോബി എല്ലാവരോടും ഉച്ചത്തിൽ നിലവിളിക്കുവാൻ ആവശ്യപ്പെടുന്നു. അവരുടെ നിലവിളി കേട്ട് റക്കേലും മറ്റു ഉദ്യോഗസ്ഥരും ടെൻഷനിലാകുന്നു. റക്കേൽ പ്രൊഫസറിന് കോൾ ചെയ്യുന്നു. പ്രൊഫസർ റക്കേലിനോട് ഇങ്ങനെ ടെൻഷനിൽ സംസാരിച്ചാൽ തനിക്ക് മറുപടി പറയുവാൻ മനസ്സുണ്ടാകില്ല എന്ന് പറയുന്നു. ഒരു കാമുകൻ തന്റെ കാമുകിയോട് സംസാരിക്കും പോലെ സംസാരിക്കുവാൻ ആവശ്യപ്പെട്ട് പ്രൊഫസർ കോൾ കട്ട് ചെയ്യുന്നു. റക്കേൽ റിലാക്സ് ആയി ചിരിച്ചുകൊണ്ട് വീണ്ടും പ്രൊഫസറിന് കോൾ ചെയ്യുന്നു. ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അവൾ ചോദിക്കുന്നു. അതിന് പ്രൊഫസർ തങ്ങളുടെ ഗൺ വർക്കിംഗ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്തതാണെന്ന് കളിയാക്കിക്കൊണ്ട് പറയുന്നു. റക്കേൽ തങ്ങൾക്ക് പ്രൂഫ് ഓഫ് ലൈഫ് വേണമെന്ന് ആവശ്യപ്പെടുന്നു. ഓരോ ഹോസ്റ്റേജസും തങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് പറയുന്ന വീഡിയോ വേണമെന്ന് റക്കേൽ ആവശ്യപ്പെടുന്നു. ശേഷം കോൾ കട്ട് ചെയ്യുന്നു. സത്യത്തിൽ ഇതായിരുന്നു പ്രൊഫസറിന്റെ പ്ലാൻ. പോലീസ് തങ്ങളോട് പ്രൂഫ് ഓഫ് ലൈഫ് ചോദിക്കുന്ന അവസരം ഉണ്ടാക്കുക. പ്രൊഫസർ തന്റെ ടീമിനോട് വിളിച്ച് പ്രൂഫ് ഓഫ് ലൈഫ് റെഡിയാക്കുവാൻ ആവശ്യപ്പെടുന്നു. ശേഷം ഇനി എന്ത് സംഭവിക്കുമെന്ന് അടുത്ത എപ്പിസോഡിൽ അറിയാം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.